Fourth question is 101 a term of the arithmetic sequence 13, 24, 35. What about 1001? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 101 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ്. ഏതാണ് ഈ സീക്വൻസ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വാട്ട് അബൌട്ട് 1001? അപ്പോ 101ഉം 1001ഉം ഇതിലെ ഒരു ടേം ആണോ എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു ടേം, ഒരു നമ്പർ തന്നിട്ട് അത് ഒരു സീക്വൻസിലെ ടേം ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? ഈ xn ഈസ് ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് പറയാം അല്ലെ? ഇവിടുന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് പറയാം. പിന്നെ എന്താണ്, നമ്മൾ സാധാരണ ഇവിടെ എന്നിനാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്, പൊസിഷൻ നോക്കി അങ്ങനെ. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? xnനാണ് വാല്യൂ കൊടുക്കേണ്ടത്. എന്താണ് xn? nth ടേമിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ. അപ്പോ നമ്മൾ ഇവിടെ xnന് പകരം ഈ 101 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ് xnന്. പിന്നെ ഫസ്റ്റ് ടേമിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, അതായത് 13 കൊടുക്കുന്നു. പ്ലസ് എന്നിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല. ഡി എത്രയാണ് കോമൺ ഡിഫറൻസ്? അത് 24 മൈനസ് 13. ഏതെങ്കിലും ടേം സെലക്ട് ചെയ്തിട്ട് അതിന് പുറകിലുള്ള ടേമുമായിട്ട് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോ നമുക്ക് എത്ര കിട്ടും? 11 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഇനി നമ്മൾ ഈ ഇക്വേറ്റ് ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ എന്നിന് ഒരു വാല്യൂ, ഒരു കറക്റ്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ എന്താണ്, ഈ 101 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചിലപ്പോൾ കിട്ടുക 15ഓ 16ഓ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഡെസിമൽ പോയിന്റ് ഉണ്ടാവില്ല, അത് ഫ്രാക്ഷനും ആയിരിക്കില്ല. ഡെസിമൽ ഒന്നല്ലെങ്കിൽ ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ എന്താണ്, ഇതിലൊരു ടേം അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം. 101 ഈസ് ഈക്വൽ ടു 13 പ്ലസ് 11 ഇൻറ്റു n. അത് എത്രയാണ്? 11n മൈനസ് 11 ഈക്വൽ ടു 13 മൈനസ് 11 2 പ്ലസ് 11n. ഈ 2വിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ 101 മൈനസ് 2 ഈസ് ഈക്വൽ ടു 11n എന്ന് കിട്ടി. 101 മൈനസ് 2 എത്രയാണ്? 99 ഈസ് ഈക്വൽ ടു 11n എന്ന്. ഇപ്പോ ഇവിടെ 99 ഈക്വൽ ടു 11n എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 11നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ n ഈക്വൽ ടു 99 ബൈ 11 എന്ന് വരും. ഇവിടെ എന്താണ് 99 നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം, പക്ഷെ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിലാണ്. 99 ആണ് ഇവിടുത്തെ നമ്പർ. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 11 എന്ന് എഴുതാം അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ഈ 11ഉം ക്യാൻസൽ ആവും. അപ്പൊ ആൻസർ എന്ത് കിട്ടും? n ഈക്വൽ ടു 9 എന്ന് കിട്ടും. നമുക്ക് 101 ഈ ടേമിലെ ഈ സീക്വൻസിലെ ഒരു ടേം ആണ് എന്ന് മനസ്സിലായി. ഇനി ഇവിടെ രണ്ടാമതൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, 1001 1001 അതും ഇതിലൊരു ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതും എന്താണ്, അതുപോലെ തന്നെ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എഴുതാം. f is equal to എത്രയാണ്? 13 ആണ്. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു, അത് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. 24 മൈനസ് 13 എത്രയാണ്? 11. ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഇവിടെ xn ഏത് ടേം ആണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത്? ഏത് ടേം ആണ് നമ്മൾ ഈ സീക്വൻസിൽ പെടുമോ എന്ന് നോക്കുന്നത്? ഇതാണ് അല്ലെ? അപ്പൊ അതിന് എന്ത് വാല്യൂ കൊടുക്കുക? xn ഈസ് ഈക്വൽ ടു 1001. ഓക്കെ, ഇനി ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ എന്താണ്? xn ഈസ് ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇവിടെ xn എന്ന് പറയുന്നത് 1001 ഈസ് ഈക്വൽ ടു f 13 പ്ലസ് n മൈനസ് 1 into d 11.
അപ്പോൾ 1001 ഈസ് ഈക്വൽ ടു 13 പ്ലസ് 11നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 11n മൈനസ് 11. 1001 ഈസ് ഈക്വൽ ടു 11 13 മൈനസ് 11 എത്രയാണ് 2 പ്ലസ് 11n. ഇനി നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ നമുക്ക് ഈ സെയിം വാല്യൂ തന്നെ കിട്ടി. ഇതിനെ നമ്മൾ ഈ ഇത്രയും സൈഡ് ഇത്രയും ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുന്നത്, അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കും അല്ലെ. അപ്പോൾ നമ്മൾ രണ്ടാമതും ഇത്രയും സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. ഈ നമ്പർ അതായത് ഈ ഓൾജിബ്രിക് എക്സ്പ്രഷനുമായിട്ട് നമ്മൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 1001 മൈനസ് 2 അത് എത്രയായിരിക്കും? 1000 മൈനസ് 1 ദാറ്റ് ഈസ് 999. അപ്പോൾ 999 ഈസ് ഈക്വൽ ടു 11n എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 999 ഡിവൈഡഡ് ബൈ 11 അതാണല്ലോ നമുക്ക് കിട്ടാൻ. n ഈക്വൽ ടു 999 ഡിവൈഡഡ് ബൈ 11. നോക്കാം, 9 into 11 എത്രയാണ്? 99. പോയിന്റ് ഇവിടെ എന്താണ്? ഡെസിമൽ സംഖ്യ വരാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9 പോയിന്റ്, നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് ആ നമ്പർ എഴുതുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഒരു ഡെസിമൽ സംഖ്യയാണ് കിട്ടിയത് പൊസിഷൻ ആയിട്ട്. അതുകൊണ്ട് ഈ വരുന്ന ഈ ടേം 1001 എന്താണ്? ഇതിലെ ഈ സീക്വൻസിലെ ഒരു ടേം അല്ല. 21ാമത്തെ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി 3-digit numbers are there which leave remainder 3 on division by 7? ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3-digit നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, 3 ഡിജിറ്റ് ഉള്ള നമ്പർ. അതായത് 100 തൊട്ട് 999, 100 തൊട്ട് 999 ഇതാണ് എന്ത്? 3-digit നമ്പേഴ്സ്. 100 തൊട്ട് 999 വരെയുള്ള നമ്പേഴ്സ്. which leave remainder 3 on division by 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഇവിടെ 3 റിമൈൻഡർ ആയിട്ട് വരണം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ സീക്വൻസ് എഴുതാനല്ല, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് എഴുതാനാണ്. അപ്പോൾ എത്രത്തോളം ടേം ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിന് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവർ സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടില്ല, എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇവർ പറയുന്ന ഈ സീക്വൻസ് എഴുതുകയാണ്. അപ്പൊ നമുക്കറിയാം 999 ഇതാണ് ഏറ്റവും അവസാനത്തെ 3-digit നമ്പർ. ഇതിന് തൊട്ട് മുമ്പുള്ള, അതായത് ഇതിനകത്തിലെ ഇവിടെ വരുന്ന ഈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന ഏറ്റവും ലാസ്റ്റ് നമ്പർ, ഏറ്റവും ലാസ്റ്റ് ടേം ഉണ്ടാവുമല്ലോ. മുമ്പത്തെ സീക്വൻസ് പോലെയല്ലത്. ഈ സീക്വൻസിന്റെ ഒരു എൻഡ് ഉണ്ട്. ആ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചാൽ അതിന്റെ പൊസിഷൻ നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് എത്ര ടേം ഉണ്ട് അല്ലെങ്കിൽ എത്ര ടേം ഉണ്ടെന്ന് പറയാം. ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, എത്ര നമ്പർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോ 7ന്റെ മൾട്ടിപ്പിൾ കൂടെ എന്ത് ആഡ് ചെയ്യണം? 3 ആഡ് ചെയ്യണം അല്ലെ. 7ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 3 ആഡ് ചെയ്താലാണ് നമുക്ക് 3 റിമൈൻഡർ കിട്ടാം. അപ്പൊ ഇവിടെ ഈ 999 മുമ്പുള്ള കുറച്ച് നമ്പേഴ്സ് എഴുതാം നമുക്ക്. ഫോർ എക്സാമ്പിൾ 995, 996, 997, 998, 999. ഓക്കെ, അപ്പോ പ്രോബബ്ലി ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും എന്ത്, ഈ 7ന്റെ ലാസ്റ്റത്തെ മൾട്ടിപ്പിൾ. നമുക്ക് നോക്കാം. 7 കൊണ്ട് 990 ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്യാം. 997 നോക്കാം. ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
remainder. Okay, 7 times 4 7s are 28. Okay, seven ഇവിടെ വരും. Okay, 2 7s are 14. Okay, remainder എത്ര വരും? 7 minus 17 minus 14 അത് എത്രയാണ്? 3. റിമൈൻഡർ എത്ര വന്നു? 3 റിമൈൻഡർ ആയിട്ട് വന്നു. അപ്പൊ ഈ 997 നമുക്കൊരു പെർഫെക്റ്റ് മാച്ച് ആണ് അല്ലേ? ഇനി 998 അത് ടേം ആവോ? ഇല്ല, ആവാൻ വഴിയില്ല. എന്നാലും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ റിമൈൻഡർ 3 വന്നു. അപ്പോ ഇവിടെ 998 എന്ന് പറയുമ്പോഴോ റിമൈൻഡർ എത്ര വരും? 4 വരും അല്ലേ? 999 അത് ഡിവൈഡ് ചെയ്യുമ്പോഴോ റിമൈൻഡർ 1 + 1, അതായത് ഈ 3ന്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? റിമൈൻഡർ 5 വരും അല്ലെ? ഇനി വീണ്ടും ഒരു നമ്പർ ഉണ്ടായെന്ന് ഇരിക്കട്ടെ, അപ്പൊ എത്രയായിരിക്കും? 6 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. 1000 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 7 വരുമോ റിമൈൻഡർ? ഒരിക്കലും ഇല്ല അല്ലെ? 7 വരണമെങ്കിൽ നമുക്ക് 1 7s are 7 എന്ന് പറഞ്ഞ് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? കുറച്ചും കൂടി ലോജിക്കാണ് വേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡിവൈഡ് തന്നെ ചെയ്ത് നോക്കണം. എല്ലാ നമ്പറിനും ചെയ്ത് നോക്കിക്കോളൂ, കുഴപ്പമില്ല. നമുക്ക് എക്സാമിന് മാത്രം സ്പീഡ് ചെയ്താൽ പോരെ. അപ്പോ നമുക്ക് ഞാൻ ഗസ് ചെയ്തത് 997 ആയതുകൊണ്ട് കിട്ടി. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? വേറെ നമ്പർ നോക്കുമായിരുന്നു. അപ്പോ ഈ 997 ആണ് ഏറ്റവും അവസാനം വരുന്ന ടേം എന്ന് മനസ്സിലായി. ഏറ്റവും ലാസ്റ്റത്തെ ടേം, അതായത് 997, അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര ടേം ഉണ്ട് ഈ സീക്വൻസിൽ നിന്നാണ്. അപ്പോൾ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 997ന്റെ പൊസിഷൻ അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. പൊസിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതെ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ xn = f + n - 1 × d. ഇതിൽ xn നമുക്കറിയാം, അതാണ് 997. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്കറിയില്ല. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് 3 ഡിജിറ്റ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതാം. 100, 101, 102, 103 etc. ഇവിടെ നമുക്ക് ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഇതിനകത്ത് ഏതാണ് മൾട്ടിപ്പിൾ വരാ എന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഊഹിക്കുന്നുണ്ടാവും 107 ഇത് മൾട്ടിപ്പിൾ ആണ് എന്ന് ഊഹിക്കുന്നുണ്ടാവും. തെറ്റാണത്. അങ്ങനെ 107 ഒരിക്കലും വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം വരുന്ന ചിലപ്പോൾ 103 അല്ലെങ്കിൽ 104 ആയിരിക്കാം ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. സർപ്രൈസിംഗിലി അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അങ്ങനെ ഊഹിക്കാനൊന്നും പോകണ്ട. ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ 101 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 101 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 7 3 1 താഴെ വരുന്നു. 4 7s are 28. ബാക്കി റിമൈൻഡർ എത്ര വരുന്നു? 31 - 28. 3 റിമൈൻഡർ ആയിട്ട് വരുന്നു. ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നു. പക്ഷെ എനിക്കിപ്പോ ഇവിടെ ഫോർ എക്സാമ്പിൾ 2 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ 2 ആണ്, 101ൽ 2 ആണ് റിമൈൻഡർ വരുന്നതെങ്കിൽ അടുത്ത 101ൽ 2 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോ 102ൽ എന്തായിരിക്കും? 3 ആയിരിക്കും റിമൈൻഡർ വരാം അല്ലെ? ഒരു നമ്പർ കൂടുതലുള്ളത് കൊണ്ട് റിമൈൻഡർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കൂടും. ഇത് നിങ്ങൾ ഡിവിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു ഒബ്സർവേഷൻ ആണ്. എന്താണ്? ഓരോ നമ്പർ കൂടുന്തോറും ആ റിമൈൻഡറും കൂടും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് 103 റിമൈൻഡർ ആയിട്ട് വരുന്നു. അപ്പോൾ 101 ഇതിലെ ഒരു ടേം ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ 101 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം ആയിട്ട് വരാം. എന്തായാലും 100 വരില്ല. 100ന് മുമ്പുള്ള നമ്പർ ഏതാ? 99. പക്ഷെ അത് 3 ഡിജിറ്റ് നമ്പറും അല്ല. ഓക്കെ, അപ്പൊ
ഫസ്റ്റ് ടേം നമുക്ക് എത്ര കിട്ടി? 101 ആണ് എന്ന് കിട്ടി. F is equal to 101. കോമൺ ഡിഫറൻസ് അത് എത്രയായിരിക്കും? ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ലോജിക് അപ്ലൈ ചെയ്യണം. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കി ഓരോ ടേമും രണ്ട് ടേം അടുത്തുള്ള രണ്ട് ടേം കണ്ടുപിടിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ നടത്താം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ ആയിട്ട് വരുന്നു. ഇപ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിവിഷൻ ബൈ 7 എന്ന് പറയുമ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ മൾട്ടിപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 ആണ് അല്ലെ? അപ്പോൾ 3 റിമൈൻഡർ ആയിട്ട് വരികയാണെങ്കിലും എന്തായിരിക്കും? ഈ സീക്വൻസിൽ വരുന്ന ഓരോ ടേമിന്റെ ഡിഫറൻസ് എന്ത് തന്നെയായിരിക്കും? നമ്പർ 7 തന്നെയായിരിക്കും. അതായത് ഇവിടെ 101 ആണെങ്കിൽ അടുത്തതായിട്ട് 3 റിമൈൻഡർ വരുന്നത് ഏതായിരിക്കും? 101 പ്ലസ് 7, അതായത് 108 ആണ്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതും ഇതിലെ ഒരു ടേം ആണ്, സെക്കൻഡ് ടേം ആണ് 108 എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. അത് എത്രയാണ്? കോമൺ ഡിഫറൻസ് 7 ആണ്. ഇനി ഈ എക്സൽ നമുക്കറിയാം 997. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് 997 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d. 997 മൈനസ് 101നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 101 ഈസ് ഈക്വൽ ടു 7 n-1 ഇൻറ്റു 7. അതങ്ങനെ തന്നെ നമുക്ക് എഴുതാം. 997 മൈനസ് 101 അതെത്രയാണ്? 698. 896 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 896 ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 7. ഇനി നമുക്ക് ഇത് ഇച്ചിരി കൂടി ഇനി ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത് എന്നിന്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളൂ. അപ്പോൾ 896 ഡിവൈഡ് ബൈ 7, ഈ 7നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 896 ഡിവൈഡ് ബൈ 7 എന്നാവും. നമുക്കതും ചെയ്തു നോക്കാം. ഡിവൈഡ് ബൈ 7 56. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 128 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എന്ത്? n-1. n-1 എന്ന് പറയുന്നത് 128. അപ്പോ n എത്രയായിരിക്കും? ഈ -1നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എത്ര കിട്ടും? 129 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് n എത്ര കിട്ടി? 129. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന്, ഈ 997 അതിന്റെ പൊസിഷൻ 129 ആണ് എന്നാണ് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവുക. പക്ഷെ ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് ഈ ഹോൾ സീക്വൻസിൽ എത്ര ടേം ഉണ്ട് എന്നും കൂടി നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാനാവും. ഏറ്റവും അവസാനത്തെ ടേമിന്റെ പൊസിഷൻ ആയിരിക്കും എന്ത്? ഏതൊരു സീക്വൻസിലെയും നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. The eighth term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ എട്ടാമത്തെ ടേം, അതായത് x8 is equal to 12 ആണ്. And its 12th term, 12ാമത്തെ ടേം എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ഈ എട്ടാമത്തെ ടേം 12ഉം 12ാമത്തെ ടേം 8ഉം ആണ്. അപ്പോ ഇവിടെ ഈ നമ്പേഴ്സ്, ഈ ടേം എന്താണ്? കുറഞ്ഞു വരുന്നതാണ് അല്ലെ? അപ്പൊ എന്തായാലും ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആവാനാണ് സാധ്യത. എന്നല്ല, നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ കുറഞ്ഞു വരുന്നത്. 12 × 8 = 48. 48 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128. 128 × 8 = 128.
അപ്പോൾ ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ പറയാനാണ്, എഴുതാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ഈ x8 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം, ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ ഒരു ടേംസിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം xn എന്ന് പറയുന്നത് f+n-1 × d ഇതാണല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? x8ന് ഉള്ളത് എഴുതാം. x8 നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്നും 2 എന്നും കൊടുത്താൽ x8 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? സോറി, f പ്ലസ് എട്ടാമത്തെ ടേം ആണല്ലോ നമ്മൾ കണ്ടു. x8 എന്ന് പറയുമ്പോൾ എട്ടാമത്തെ ടേം ആണല്ലോ. അപ്പൊ 8 - 1 × d ഇതാണ് x8. ഇത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12ന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. നമ്മുടെ എക്സാമിന് ചെയ്യുമ്പോൾ ഇതുപോലെ ഇക്വേഷൻ ഇങ്ങനെ ഓരോന്നിനും ഇക്വേഷൻ ഒന്ന് കൊടുക്കുന്നതാണ് നല്ലത്. അത് നോക്കിയിട്ടാണ് അവർ മാർക്ക് ഇടുന്നത്. അതുകൊണ്ട് അപ്പോ ഇനി 12ാമത്തെ ടേമിന് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതുപോലെ തന്നെ f പ്ലസ് 12 - 1 × d is equal to 8 എന്ന് എഴുതാം. ഇത് 4th ഇക്വേഷൻ എന്ന് എഴുതാം. ഇനി ഇതിനെ ഒരു അല്പം കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് f പ്ലസ് 8 - 1 അത് എത്രയാണ്? 8 - 1 എന്ന് പറയുന്നത് 7 ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ 7 എന്ന് കൊടുക്കാം. ഇവിടെ 12 - 1 അതും നമുക്ക് 11 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ 4th ഇക്വേഷനിൽ നിന്ന് 3rd ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ഇക്വേഷൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ 4th ഇക്വേഷനിൽ നിന്ന് 3rd ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ f രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. f - f എന്ന് വരും. അപ്പോൾ ഈ f ക്യാൻസൽ ആവും. പക്ഷെ ഈ d അങ്ങനെ ക്യാൻസൽ ആവില്ല. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരൊറ്റ വേരിയബിൾ ഉള്ളൂ, d എന്നുള്ള വേരിയബിളും ഇവിടെ ഏതെങ്കിലും ഒരു നമ്പറും വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? d ക്കുള്ളത് ഇക്വേറ്റ് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ 4ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ എത്ര കിട്ടും? f - f അല്ലെ? ഫസ്റ്റ് f - f 4th ഇക്വേഷനിൽ നിന്ന് 3rd സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ f ക്യാൻസൽ ആവും. പ്ലസ് 11d - 7d അത് എത്രയായിരിക്കും? 11d - 7d എത്രയായിരിക്കും? 11 - 7 അല്ലെ? 11 - 7 എത്രയാണ്? 4d. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 4d എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 8 - 12 സോറി 12 4 ഇവിടെ -4 എന്ന് കൊടുക്കും. കാരണം 8ൽ നിന്നാണല്ലോ 12 കുറയ്ക്കുന്നത്. അപ്പോൾ 8 - 12 അത് എത്രയാണ്? -4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്നത് 4d is equal to -4 എന്ന് കിട്ടി. അപ്പോൾ d എത്രയാണ്? ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ -1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ നെഗറ്റീവ് നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത്, -1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ കോമൺ ഡിഫറൻസ് കിട്ടി. ഈ കോമൺ ഡിഫറൻസ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം എത്രയാണെന്ന് കിട്ടും. ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. അപ്പോ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് -1 കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? f പ്ലസ് 7 × -1 is equal to 12. f പ്ലസ് 7 × -1 എത്രയാണ്? -7 is equal to 12. f -7 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 + 7 എന്ന് കിട്ടും. 12 + 7 എത്രയാണ്? f is equal to 12 + 7 19. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി,
കോമൺ ഡിഫറൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് -1 എന്നും കിട്ടി. ഇനി ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇക്വേഷനിൽ xn എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. xn ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? എത്രയാണ്? 19 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് -1. അപ്പോൾ xn ഈസ് ഈക്വൽ ടു 19 പ്ലസ് ഈ -1നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, -n പ്ലസ് 1. xn ഈസ് ഈക്വൽ ടു 19 പ്ലസ് 1 അത് എത്രയാണ്? 20 മൈനസ് n എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ xn എത്രയാണ്? 20 മൈനസ് n ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ x8 എന്ന് പറയുമ്പോൾ n എത്രയായിരിക്കും? 8 ആയിരിക്കും അല്ലേ? അപ്പോൾ 20 മൈനസ് 8 അത് എത്രയാണ്? 12. അത് നമുക്ക് കിട്ടിയിരുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്? കറക്റ്റ് ആണെന്ന് കിട്ടി.